തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ DCC ഓഫീസിൽ കയ്യാങ്കളി. ഓഫീസ് സെക്രട്ടറി സജീവൻ കുരീച്ചിറയെ ഒരു വിഭാഗം പ്രവർത്തകർ മർദ്ദിച്ചു. കെ മുരളീധരനെ അനുകൂലിക്കുന്ന നേതാവിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ സജീവനെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിലാണ് മർദ്ദനമെന്നാണ് ആരോപണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ സജീവൻ കുരീച്ചിറ പൊട്ടിക്കരഞ്ഞു. മുരളിയെ ആരാണ് തോൽപ്പിച്ചതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ തൃശ്ശൂർ ജില്ലയിലെ ഓരോരുത്തർക്കും അറിയാം. അത് സുരേഷ് ഗോപി പറയുകയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ വോട്ടാണെന്ന് പറഞ്ഞാലും അടിസ്ഥാനപരമായി എവിടെയൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. DCC ഓഫീസിന്റെ പരിസരത്ത് കൂടുതൽ പ്രവർത്തകർ എത്തിയതോടെ അവരെ ശാന്തരാക്കി. അതേസമയം DCC ഓഫീസിലെ കൂട്ടത്തല്ലിനെ പരിഹസിച്ച് BJP നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തി. താൻ പോയത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഇതാണല്ലേ എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ പരിഹാസം. തൃശ്ശൂരിലെ അസാധാരണ സാഹചര്യം സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തെ അറിയിക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ തൃശ്ശൂരിലേക്ക് എത്തും. സൂരജ് സജീവ് വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോയോ? നേരത്തെ സൂരജ് തന്നെ പറഞ്ഞിരുന്നു കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട് എന്നത്. ഒരു അസാധാരണ സാഹചര്യം അവിടെ രാത്രി രൂപപ്പെട്ട് വരുന്നുണ്ട് എന്നായിരുന്നു സൂരജ് റിപ്പോർട്ട് ചെയ്തത്. ആ പ്രവർത്തകരൊക്കെ മടങ്ങിപ്പോയോ? നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, എന്തായാലും ഈ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മാധവൻ എത്തി ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ എല്ലാവരെയും അനുനയിപ്പിച്ചുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പ്രവർത്തകരെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും തന്നെ ഇവിടെ നിന്ന് മാറ്റി. എനിക്ക് പിന്നിൽ പോലീസിനെ കാണാം. പോലീസ് ഇടപെട്ടുകൊണ്ട് നിലവിൽ ഈ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഈ കയ്യേറ്റം ചെയ്യുമോ എന്നൊരു ആശങ്ക DCC പ്രസിഡന്റ് ഉണ്ട് എന്ന് തോന്നുന്നു. ഇതുവരെയും പുറത്തിറങ്ങി വന്നിട്ടില്ല. വലിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സുരക്ഷ കൊടുത്തിട്ടും DCC പ്രസിഡന്റ് ഇതുവരെയും പുറത്തിറങ്ങാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ കെ മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം പൂർണ്ണമായും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ DCC പ്രസിഡന്റും DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരും മാത്രമാണ് നിലവിൽ ഈ ഓഫീസിലുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ DCC പ്രസിഡന്റ് പുറത്തേക്ക് വരും. ഈ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ സജീവനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടി ഓഫീസിലേക്ക് എത്തുകയും DCC പ്രസിഡന്റ് അനുകൂലിക്കുന്നവരും തമ്മിൽ ഈ കൂട്ടത്തല്ലിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിലേക്ക് അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി KPCC പ്രസിഡന്റ് രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലുമായി KPCC പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് തൃശ്ശൂരിലേക്ക് എന്നുകൂടി ഒരു വാർത്ത വരുന്നു. നാളെ കഴിഞ്ഞ് അദ്ദേഹം തൃശ്ശൂരിൽ നേരിട്ടെത്തി തൃശ്ശൂർ DCCയിലുണ്ടായ ഈ ഇത്തരത്തിലൊരു അസാധാരണ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യും, തുടർ നടപടികൾ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് KC വേണുഗോപാലുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഈ അസാധാരണ സാഹചര്യം വിശദീകരിക്കും. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു അനുനയ ചർച്ച നടത്താൻ കഴിയുക, അനുനയ നീക്കം നടത്താൻ കഴിയുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിർദ്ദേശങ്ങൾ കൂടി തേടും. പ്രത്യേകിച്ച് ഈ സജീവൻ കുര്യച്ചിറ നിലവിൽ തൃശ്ശൂർ കോർപ്പറേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പോലീസിനുൾപ്പെടെ പരാതി നൽകാൻ ഒരു നീക്കത്തിലാണ് സജീവൻ. അതുകൊണ്ട് തന്നെ DCCയിൽ നടന്ന ഒരു കൂട്ടത്തല്ല് സംഘർഷം അത് പോലീസ് കേസാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ അസാധാരണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് KPCC പ്രസിഡന്റ് തന്നെ നേരിട്ട് ഈ സാഹചര്യം ദേശീയ നേതൃത്വത്തെ വിശദീകരിക്കാൻ അല്പസമയത്തിനകം KC വേണുഗോപാലിനെ കാണുന്നത്. എന്തായാലും നാളത്തെ കഴിഞ്ഞ് സൂരജ്, DCC പ്രസിഡന്റ് DCC ഓഫീസിൽ ഇപ്പോഴും തുടരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അദ്ദേഹത്തിന് പോകാൻ അവിടെ പോലീസിന്റെ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല കെ മുരളീധരനെ അനുകൂലിക്കുന്ന പ്രവർത്തകരൊക്കെ അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ഇപ്പോഴും അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണല്ലോ, എന്തുകൊണ്ടാകും? ഈ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ DCC പ്രസിഡന്റിന് ചില വിഷമമുണ്ട് എന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. ഇതുവരെയും മറ്റ് സജ്ജീകരണങ്ങളെല്ലാം പോലീസ് ഒരുക്കിയിട്ടും ഇവിടെ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല. DCC പ്രസിഡന്റ് പറയുന്നത് തനിക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല, തന്നെ ബോധപൂർവം വാർത്തകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുഖം തരാൻ താല്പര്യമില്ല എന്ന പേരിൽ തന്നെയാണ് ഇദ്ദേഹം DCC ഓഫീസിൽ തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഓഫീസിനകത്ത് വലിയ സജ്ജീകരണങ്ങൾ DCC പ്രസിഡന്റിനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ താമസിക്കാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വരും എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. എന്തായാലും പോലീസ് ഉൾപ്പെടെ സുരക്ഷ ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കെ മുരളീധരൻ വിഭാഗത്തെ അനുകൂലിക്കുന്ന പ്രവർത്തകരെല്ലാവരും പോയി കഴിഞ്ഞു, മറ്റുള്ള പ്രവർത്തകരും പോയിട്ടുണ്ട്. സ്ഥിതി ശാന്തമാണ് എന്ന് പറയാവുന്ന നിലയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും KPCC നേതൃത്വം ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടെ കൂടി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത.
യെസ്, സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. DCC പ്രസിഡന്റ് അവിടെ DCC ഓഫീസിൽ തുടരുകയാണ്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയം ഇന്ന് തൃശ്ശൂരിലുണ്ടായ സംഭവ വികാസങ്ങൾ KPCC അധ്യക്ഷൻ കോൺഗ്രസ് നേതൃത്വത്തെ AICC നേതൃത്വത്തെ അറിയിക്കും. K സുധാകരൻ നാളെയോ മറ്റന്നാളോ തൃശ്ശൂരിലെത്തും. ഈ നേതാക്കളെ കാണും എന്നാണ് ഞങ്ങളുടെ തൃശ്ശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.